ശ്രീ പി ശ്യാംരാജ്, അതുതന്നെയാണ് ഇവിടെ SFIയെ നിയന്ത്രിക്കേണ്ടത് ആര് എന്നുള്ള ചോദ്യം തന്നെയാണ്. ഇടതുപക്ഷ അനുഭാവമുള്ളവർ തന്നെയാണ് അവിടെയുള്ള ഭരണസമിതിയിലുള്ളത് എന്ന് മാത്രമല്ല, എക്സൈസും പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം അവിടെയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയുണ്ടായി. VC-ക്കും രജിസ്ട്രാർക്കും മുന്നിൽ തെളിവുകൾ സഹിതമുണ്ട്. പക്ഷെ ഒരു നിയമ നടപടിയും സ്വീകരിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. ആദ്യം ഒരു നിവേദനം നൽകുന്നു, ഇത്തരത്തിലുള്ള ചില നിബന്ധനകൾ നൽകുന്നു. അതിനെതിരെ വിദ്യാർത്ഥി സംഘടനയായ SFI അവന്റെ കവാടത്തിന് മുന്നിൽ വലിയ രാപ്പകൽ സമരം ആരംഭിക്കുന്നു. അതിനുശേഷം പോലീസിനൊരു നിവേദനം നൽകുന്നു, അതായത് ഞങ്ങൾക്ക് പോലീസ് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ അധികൃതർ സ്വീകരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള നടപടികളിലേക്ക് പോലും ഇവർ ആരും കടക്കുന്നില്ല എന്ന് വരുമ്പോൾ അവരുടെ ഈ ഒരു നിലപാട് ഒരു മുഖം രക്ഷിക്കൽ തന്ത്രം മാത്രമാണ് എന്നുകൂടി നമുക്ക് പറയേണ്ടി വരുമോ? രോഹിണി, അത് മുഖം രക്ഷിക്കൽ തന്ത്രം മാത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും കേരളത്തിലെ പ്രധാനപ്പെട്ട ഹോസ്റ്റലുകളിലൊക്കെ ഈ മുൻകാലത്ത് പഠിച്ചിട്ട് പോയ ആളുകളൊന്നും താമസിക്കുന്ന പുതിയ സംഭവമൊന്നുമല്ല. ഇന്നിപ്പോൾ ഈ ചർച്ചയോട് ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും അക്കാര്യം പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഈ SFIയുടെ നേതാക്കന്മാർ കേരളത്തിലെ ഒട്ടുമിക്ക ക്യാമ്പസുകളിലെയും ഹോസ്റ്റലുകളിലൊക്കെ താമസിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ക്യാമ്പസിൽ അങ്ങനെ ഉണ്ടാവും, അതിനെക്കുറിച്ചിട്ട് എനിക്കറിയില്ല, എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്നോ ഇന്നലെ നടന്നിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ സ്കൂളുകളടക്കം, ക്യാമ്പസ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമല്ല, സ്കൂളുകളടക്കം ലഹരി മാഫിയകളുടെ കൈകളിൽ വേഗത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ട് പറയുന്നത് കേരള സംസ്ഥാന സർക്കാർ തന്നെയാണെന്ന്, കേരള പോലീസ് തന്നെയാണെന്ന്. അപ്പോൾ ഇത് ഇന്നലെ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റാതിരിക്കുന്നത്? ഒന്നെങ്കിൽ സംസ്ഥാന തലത്തിൽ ഇതിനെ കൃത്യമായിട്ട് ഇവർക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റാത്തത് എന്താണ്? ഇനി നമ്മളൊരു പർട്ടിക്കുലർ ക്യാമ്പസിനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ ആ ക്യാമ്പസിനെ ഇതിനെ നിയന്ത്രിക്കേണ്ടത് ആരാണ്? ഇതൊക്കെ ചെന്ന് നിൽക്കുന്നത് ഒരേ കൂട്ടരുടെ കയ്യിലോട്ട് നേരെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ വിരൽ ചൂണ്ടപ്പെടുന്നത്. അത് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിൻ്റെ നേരേക്ക് തന്നെയാണ് എല്ലാ കൈവിരലുകളും ചെന്നെത്തുന്ന ചൂണ്ടി എത്തുന്നത്. കാരണം ഒന്നുകിൽ കേരളത്തിലൊട്ടാകെ ഇത്തരത്തിലുള്ള ലഹരി മാഫിയകളെ നിയന്ത്രിക്കാനും, ഓർത്ത് നോക്കൂ, നമ്മുടെ കൊച്ചു കുട്ടികൾ 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളടക്കം ഇത് ചില പെൺകുട്ടികളൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ള തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൊച്ചു കുട്ടികളുടെ അടക്കമുള്ള സിരകളിലേക്ക് കുത്തിവെക്കുന്ന ഈ നമ്മളൊക്കെ കേട്ടിട്ട് പോലും ഇല്ലാത്ത പേരുകളുള്ള ഈ മയക്കുമരുന്നുകൾ, ഇതിനെ തടയാൻ വേണ്ടിയിട്ട് സർക്കാരിന് പറ്റാത്തത് എന്താണ്? ഒരു യൂണിവേഴ്സിറ്റി സെൻറ്റർ എന്നുള്ള രീതിയിൽ അതിനെ അച്ചടക്കത്തോടെ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഈ വൈസ് ചാൻസലർക്കും അവിടുത്തെ സിൻഡിക്കേറ്റിനുമൊക്കെ പറ്റാത്ത എന്താണ്? ഇവിടെ സിൻഡിക്കേറ്റിനൊക്കെ പരമാധികാരമാണ് എന്നാണല്ലോ ഇവരുടെ ഒരു പറച്ചിൽ. കേരള യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റാണ് ഏറ്റവും വലുതെന്നൊക്കെയാണ് അവരുടെ പറച്ചിൽ. അങ്ങനെയെങ്കിൽ ഇവിടെ കാലടി യൂണിവേഴ്സിറ്റിയിൽ വരുമ്പോഴത്തേക്ക് ആ ഉത്തരവാദിത്വം എടുക്കാൻ വേണ്ടി കാലടി യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റിന് പറ്റാത്തത് എന്താണ്? ഒന്നുകിൽ നിങ്ങൾക്ക് വലിയ പവറുണ്ട് എന്നൊക്കെ പറയുകയാണ്, നിങ്ങൾ ആ പവർ ഉപയോഗിച്ച് ക്യാമ്പസിനെ അച്ചടക്കത്തോടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ചെയ്യേണ്ടത്. അതിലൊന്നും ഇവർക്ക് യാതൊരു താല്പര്യമേ ഇല്ലാന്ന്. ഈ കാലടി യൂണിവേഴ്സിറ്റിയുടെ അടക്കമുള്ള ഒരു ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സിൻഡിക്കേറ്റിനും ഈ യൂണിവേഴ്സിറ്റിയെ നേരെ കൊണ്ടുപോകണമെന്നോ വിദ്യാർത്ഥികൾക്ക് സുഗമമായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കണമോ എന്നുള്ളതൊന്നും യാതൊരു ഉദ്ദേശവുമില്ല. ഇവിടെ KSUവിൻ്റെ പ്രതിനിധിയൊക്കെ ക്യാമ്പസിലെ പരാധീനതകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് കേട്ടു. അപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ക്യാമ്പസുകളുടെയും പ്രശ്നം ഇതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാമ്പസുകൾ നേരെയാക്കണം. കുട്ടികൾക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കുള്ള മാർച്ച് ഉദ്ഘാടനം ചെയ്തത് ഞാനായിരുന്നു. അപ്പോൾ അന്ന് അവിടെ പോകുമ്പോൾ അവിടുത്തെ മാർച്ച് ഉണ്ട് എന്നറിഞ്ഞതിൻ്റെ തലേന്ന് എന്നെ ഒരു വിദ്യാർത്ഥി ഫോൺ ചെയ്തു, ചേട്ടാ ഞങ്ങളുടെ കാര്യം കൂടി നിങ്ങൾ പറയണം, ഞങ്ങൾ ഒരു റൂമിൽ തന്നെ ധാരാളം താമസിക്കാൻ വേണ്ടി പറ്റുന്ന കപ്പാസിറ്റിയുടെ ഇരട്ടിയിലധികം ആളുകളാണ് നമ്മൾ പഠിക്കുന്നത്. അതിനുമപ്പുറം ആ കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ മെൻസ് ഹോസ്റ്റലിൻ്റെ പുറത്തുള്ള തേച്ച് വെച്ചിരിക്കുന്ന ഈ സിമെൻ്റൊക്കെ ഇളകിയിട്ട് ഈ ചുടുകട്ട ഇഷ്ടികയ്ക്കിടയിലൂടെ മരങ്ങൾ വളർന്നു വരികയാണ്. അപ്പോൾ എന്ത് സേഫ്റ്റിയാണ് അവിടെയുള്ള? ഏത് നിമിഷം വേണമെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാവുന്ന തരത്തിലേക്ക്. കോട്ടയം മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റലിലാണെങ്കിൽ ആ ടോയ്ലറ്റ് ബാത്റൂമുകൾക്ക് കൊളുത്തു പോലും ഇല്ല എന്ന് പറയുന്നു. പെൺകുട്ടികളുടെ ഹോസ്റ്റലിനെ കുറിച്ചിട്ടുള്ള ഒരുപക്ഷെ നമുക്കതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ കേരളത്തിലെ ക്യാമ്പസുകൾ, ഹോസ്റ്റലുകൾ, വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഒക്കെ ഇങ്ങനെ താറുമാറായി കിടക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കോ അതിനെ കൈകാര്യം ചെയ്യുന്ന ഇടതുപക്ഷത്തിനൊന്നും അതിലൊന്നും യാതൊരു താല്പര്യമില്ല എന്ന്. ഇവർക്ക് ഇവിടെ കിടന്നിട്ട് രാഷ്ട്രീയം കളിക്കണം, അതോടൊപ്പം തന്നെ ഇവരുടെ രാക്ഷസ കോട്ടകളായിട്ട് ഈ ക്യാമ്പസുകളെയൊക്കെ മാറ്റണം എന്നതിനപ്പുറത്തേക്ക് യാതൊരു താല്പര്യമില്ല. ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇടപെടുന്നത്. അതുകൊണ്ടാണ് ആരോഗ്യ രംഗത്തെക്കുറിച്ചും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചും ഒക്കെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അതത് മന്ത്രിമാർ മാധ്യമങ്ങളുടെ മേൽ പഴിചാരിക്കൊണ്ട് ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ കണ്ടതാണ്. കാലടി സംസ്കൃത സർവകലാശാല ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു, സംസ്കൃത സർവകലാശാലയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ ലഹരി കേന്ദ്രീകൃതമാകുന്നു എന്നുള്ള വിമർശനങ്ങളും പരാതികളും
മുഴുവനും ഏറ്റുവാങ്ങിയിട്ട് പോലും അവിടെയുള്ള അധികൃതർക്ക് അതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അതിനെതിരെ എന്ന് പറയുമ്പോഴാണ് ലഹരിമുക്ത കേരളം വിഭാവനം ചെയ്യുന്ന സർക്കാരാണ് ഞങ്ങളുടേത് എന്ന് സ്വയം പുകഴ്ത്തലുമായി ഒരു സംഘം ഇങ്ങനെ തെരുവുകളിൽ ബാനറുകളും അല്ലെങ്കിൽ ഫ്ലെക്സുകളുമായിട്ടൊക്കെ നിൽക്കുന്നത് എന്നുള്ളതാണ്.